കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിൽ നിരാഹാരം അനുഷ്ഠിച്ച വി രാജു മരിച്ചു. പൂട്ടിക്കിടന്നിരുന്ന ഫാക്ടറി തുറക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു നിരാഹാരം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എത്ര നാളായി ഇദ്ദേഹം സമരം നടത്തിവരികയായിരുന്നു? മറ്റു വിവരങ്ങൾ? ജോർജറ്റ്, കൊല്ലം ജില്ലയിൽ സംസ്ഥാനത്ത് ഏതാണ്ട് കഴിഞ്ഞ 10 ദിവസമായി കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CHUവിന്റെ നേതൃത്വത്തിലാണ് പൂട്ടിക്കിടക്കുന്ന ഫാക്ടറികൾ തുറക്കണമെന്നാവശ്യപ്പെട്ട് ഇപ്പോൾ സമരം നടത്തിവരുന്നത്, നിരാഹാര സമരം നടത്തിവരുന്നത്. ഈ കശുവണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി CPIMന്റെയും വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരാണ് ഇപ്പോൾ നിരാഹാരം അനുഷ്ഠിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് CPIM തേവലക്കര ലോക്കൽ കമ്മിറ്റി അംഗമായിട്ടുള്ള വി രാജു അലഫ്, അതായത് തേവലക്കര പുത്തൻ സംഗീതത്തിലെ അലഫ് കാഷ്യൂ ഫാക്ടറിക്ക് മുന്നിൽ നിരാഹാരം അനുഷ്ഠിച്ചു വന്നത്. കഴിഞ്ഞ 4 ദിവസം അദ്ദേഹം നിരാഹാര സമരത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. പൊടുന്നനെ, അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി കൂടുതൽ മോശമായി. അതിനെ തുടർന്ന് CHU പ്രവർത്തകർ, CHU പ്രവർത്തകർ തന്നെ അദ്ദേഹത്തെ ആദ്യം സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കൊല്ലം ജില്ലാ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ഇന്ന് രാവിലെ അദ്ദേഹം മരിക്കുകയായിരുന്നു. അദ്ദേഹം രക്തസാക്ഷിയായി മാറുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ വീട്ടുവളപ്പിൽ തന്നെ മൃതദേഹം സംസ്കരിച്ചു. രാജ്കുമാർ, സമരപന്തലിൽ ഇതേ തുടർന്ന് പ്രതിഷേധമോ അത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതില് CPI കേന്ദ്ര കമ്മിറ്റി അംഗം PK ഗുരുദാസൻ, അതുപോലെ CPI സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറി KN ബാലഗോപാൽ, ഈ CHU നേതാവ് കാസിം ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അവർ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞത്, ഇപ്പോൾ ഈ സ്വകാര്യ അടഞ്ഞു കിടക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ, അതിന്റെ മുതലാളിമാരുടെ പിടിവാശി കൊണ്ടാണ് ഒരു പ്രവർത്തകന്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. 1986ലും അന്ന് 100 ഫാക്ടറികൾക്ക് മുമ്പിലാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CHU സമരം നടത്തിയത്. അന്ന് 2 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്. ഇതിപ്പോൾ 3 പതിറ്റാണ്ടിന് ശേഷം ഇപ്പോൾ വീണ്ടും അതേപോലെ മറ്റൊരു രക്തസാക്ഷി കൂടി ഉണ്ടായിരിക്കുന്നു. പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടിയാണ് വി രാജു രക്തസാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് നിന്ന് രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടും. മന്ത്രിസഭാ യോഗത്തിന്റേതാണ് തീരുമാനം. 6 മാസത്തേക്കാണ് കാലാവധി നീട്ടുന്നത്. PSCയുടെ യോഗം വെള്ളിയാഴ്ച ചേരും. വിവിധ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. ഇത്തരത്തിൽ 70ഓളം റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടുന്നത്. ഡിസംബർ 31-ന് കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്കും മാർച്ച് 31-ന് അവസാനിക്കുന്ന ലിസ്റ്റുകളുടെ കാലാവധി 3 മാസത്തേക്കും നീട്ടും. മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ചുള്ള ശുപാർശ PSCക്ക് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ PSCയുടെ അടിയന്തര യോഗം വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് ചേരും. ഒഴിവുള്ള 4 PSC അംഗങ്ങളുടെ ഒഴിവിലേക്ക് സുരേശൻ, ഡോക്ടർ MR ബൈജു, ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ, അഡ്വക്കേറ്റ് രഘുനാഥൻ എന്നിവരെ നിയമിക്കും. സംസ്ഥാന സർക്കാരിന് കീഴിലെ 30ഓളം വകുപ്പുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പിലാക്കാൻ മന്ത്രിസഭായോഗം തത്വത്തിൽ തീരുമാനിച്ചു. സംസ്ഥാന രൂപീകരണത്തിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് 1860 തടവുകാരെ ശിക്ഷാ ഇളവ് നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചരിത്രം പൊളിച്ചെഴുതി രാജ്യത്തെ പ്രത്യേക രീതിയിൽ വാർത്തെടുക്കാൻ സംഘപരിവാർ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യൻ മതങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്താണ് ബീഫ് നിരോധനവും മുത്തലാഖും പോലുള്ള ആചാരങ്ങൾക്ക് കാരണമെന്നത് പ്രശസ്ത ചരിത്രകാരി റൊമിള താപ്പറും പറഞ്ഞു. ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായുള്ള സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. രാജ്യത്തെ മതനിരപേക്ഷത തകർക്കാൻ RSSും സംഘപരിവാറും ചിട്ടയായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വൈവിധ്യപൂർണമായ ഇന്ത്യൻ സംസ്കാരത്തെ ഏകമുഖ ഹൈന്ദവ സംസ്കാരമായി വ്യാഖ്യാനിക്കാനാണ് ശ്രമിക്കുന്നത്. പാഠ്യപദ്ധതിയിൽ പോലും വർഗീയത പടർത്തുന്നത് അപകടകരമാണ്. ചരിത്രത്തെ തിരുത്തി എഴുതുക മാത്രമല്ല, വിദ്യാഭ്യാസ രംഗമാകെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമവും നടക്കുകയാണ്. 77ാമത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആധുനിക ഇന്ത്യയും മതനിരപേക്ഷതയും എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. സഹവർത്തിത്വവും സമഭാവനയും വളർത്തിയ ഇന്ത്യൻ മതങ്ങളെ യൂറോപ്യൻ സാഹചര്യങ്ങളിൽ വ്യാഖ്യാനിച്ചതാണ് ബീഫ് നിരോധനവും മുത്തലാഖും പോലുള്ള ദുരാചാരങ്ങളിലേക്ക് എത്തിച്ചതെന്ന് പ്രശസ്ത ചരിത്രകാരി റൊമീള താപ്പർ ചടങ്ങിൽ പറഞ്ഞു. തിരുവനന്തപുരത്ത് നടക്കുന്ന 3 ദിവസത്തെ ചരിത്ര കോൺഗ്രസ് നാളെ രാഷ്ട്രപതി പ്രണബ് മുഖർജി ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കറൻസി ക്ഷാമം രൂക്ഷമായതോടെ ബാങ്കിംഗ് പ്രവർത്തനങ്ങൾ അവതാളത്തിലായി. കറൻസികൾ ബാങ്ക് ശാഖകളിൽ എത്തിക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ബാങ്ക് ജീവനക്കാർ. പുതുതലമുറ ബാങ്കുകളെ വഴിവിട്ട് സഹായിച്ചതിനെക്കുറിച്ച് CBI അന്വേഷണം വേണമെന്ന് SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു.
കറൻസി മുഖാന്തരം 98% ക്രയവിക്രയങ്ങളും നടക്കുന്ന രാജ്യത്ത് 86% കറൻസി പിൻവലിച്ചതിലൂടെ കടുത്ത ക്ഷാമമാണ് ഉണ്ടായിരിക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എത്ര കണ്ട് പ്രചരിപ്പിച്ചാലും ബാങ്കിന്റെ ശാഖകളിൽ പണമെത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ ബുദ്ധിമുട്ട് ബാങ്കിംഗ് മേഖലയിൽ നിലനിൽക്കുമ്പോൾ കേവലം 7% മാത്രം ഡിജിറ്റൽ സാക്ഷരതയുള്ള ഇന്ത്യയിൽ 53% മാത്രമാണ് മൊബൈൽ ഉപഭോക്താക്കൾ. ഇവയെല്ലാം വിസ്മരിച്ച് ഡിജിറ്റൽ ബാങ്കിംഗ് പ്രൊമോട്ട് ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങൾ ജനങ്ങൾ സ്വീകരിക്കുമെന്നത് വ്യാമോഹമാണ്. നോട്ട് പിൻവലിക്കലിന് ശേഷം ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണെന്ന് SBT എംപ്ലോയീസ് യൂണിയൻ ജനറൽ സെക്രട്ടറി KS കൃഷ്ണ പറഞ്ഞു. ബാങ്കിംഗ് മേഖല സ്തംഭനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകളുടെ ജോലി നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ വായ്പ കൊടുക്കുകയാണ്. പക്ഷെ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ വായ്പാ വിതരണം പൂർണ്ണമായും സ്തംഭിച്ചിരിക്കുകയാണ്. പുതുതലമുറ ബാങ്കുകളെ വൻതോതിൽ കേന്ദ്ര സർക്കാർ സഹായിച്ചുവെന്ന ആരോപണം നിലനിൽക്കുന്നു. ഇത് സംബന്ധിച്ച് CBI അന്വേഷണം വേണമെന്ന് കോട്ടയത്ത് ചേർന്ന SBT എംപ്ലോയീസ് യൂണിയൻ സെൻട്രൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കറൻസി ക്ഷാമമടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഉയർത്തി ജനുവരി 3 രാജ്യവ്യാപകമായി ബാങ്ക് ജീവനക്കാർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 33 കേന്ദ്രങ്ങൾ ഉപരോധിക്കും. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. സിനിമാ സമരം ശക്തമാക്കാൻ ഉറച്ചു നിർമ്മാതാക്കളും വിതരണക്കാരും. ഈ മാസം 30 മുതൽ മുഴുവൻ ചിത്രങ്ങളും തിയേറ്ററിൽ നിന്ന് പിൻവലിക്കും. നാളെ തിയേറ്റർ ഉടമകൾ പ്രത്യേക യോഗം ചേരും. ലാഭവിഹിതം 50% ലഭിക്കണമെന്ന നിലപാട് തിയേറ്റർ ഉടമകൾ ആവർത്തിച്ചതോടെയാണ് സമരം തുടരാൻ നിർമ്മാതാക്കളും വിതരണക്കാരും തീരുമാനിച്ചത്. ഈ മാസം 30 മുതൽ അന്യഭാഷയടക്കം ഒരു ചിത്രവും റിലീസിനെത്തിക്കില്ലെന്നും സമരം തീരുന്ന മുറയ്ക്ക് ക്രിസ്മസിനായി ഒരുക്കിയ സിനിമകൾ പ്രദർശനത്തിന് എത്തിക്കുമെന്നും നിർമ്മാതാക്കളും വിതരണക്കാരും വ്യക്തമാക്കി. എ ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീറിന്റെ കടുംപിടുത്തം മലയാള സിനിമയ്ക്ക് ക്രിസ്മസ് സീസണിൽ 20 കോടിയുടെ നഷ്ടമുണ്ടാക്കിയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് G സുരേഷ് കുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഏകാധിപത്യ സ്വഭാവം തന്നെയാണ് ഇവിടെ. അവരുടെ വേറെ ആരെങ്കിലും സംസാരിക്കാൻ പോലും വരുന്നില്ല. മലയാള സിനിമ വെച്ചിട്ടാണ് ഇവിടുത്തെ തിയേറ്ററുകൾ കാശുണ്ടാക്കിയത്, അന്യഭാഷാ ചിത്രങ്ങൾ വെച്ചല്ല. ഇപ്പം പുള്ളി പറയുന്നത് കേട്ടത് TV-യിൽ അന്യഭാഷാ ചിത്രങ്ങളുണ്ട്, അത് വെച്ച് ജീവിച്ചോളാം. അവരത് വെച്ച് ജീവിക്കട്ടെ. എത്ര കാലം പോകും നമുക്ക് നോക്കാം. ഒരു പടത്തിന് ഒരു 5 കോടി രൂപ വെച്ച് മുറയുള്ളൂ. 4 വലിയ പടങ്ങളാണ്. എല്ലാം കൂടെ 10 കോടി രൂപയുടെ നഷ്ടം ഈ ക്രിസ്മസ് സീസണിൽ ഉണ്ടായിട്ടുണ്ട്. തിയേറ്റർ വിഹിത തർക്കത്തെ തുടർന്ന് ഈ മാസം 16 മുതലാണ് നിർമ്മാതാക്കളും വിതരണക്കാരും അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാലക്കാട് നടക്കുന്ന സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പ്രദർശന വിപണന മേള ശ്രദ്ധേയമാകുന്നു. കോട്ടമൈതാനിയിൽ നടക്കുന്ന BCDC എക്സ്പോ ജനുവരി 2 സമാപിക്കും. വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ മേളയെ വ്യത്യസ്തമാക്കുന്നത്. വിവിധതരം കരകൗശല വസ്തുക്കൾ, ചുമർചിത്രങ്ങൾ, തുണിത്തരങ്ങൾ, ആറന്മുളക്കണ്ണാടി എന്നിവ ആളുകളെ ആകർഷിക്കുന്നു. പാലക്കാട് കോട്ടമൈതാനിയിലെ കൂറ്റൻപന്തലിൽ 100-ലേറെ സ്റ്റാളുകളിലായാണ് ഉൽപ്പന്ന വിപണനമേള പുരോഗമിക്കുന്നത്. കർണാടക, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും മേളയിലുണ്ട്. നാവിൽ തേനൂറുന്ന നാടൻ വിഭവങ്ങൾ, തേൻ, വെളിച്ചെണ്ണ, അച്ചാറുകൾ, പാളയിലും കടലാസിലും തീർത്ത പുഷ്പങ്ങൾ, ബാഗുകൾ എന്നിവ വിവിധ സ്വയം തൊഴിൽ യൂണിറ്റുകളിൽ നിന്ന് വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട്. പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾക്ക് മാർക്കറ്റിംഗ് കണ്ടെത്തുക കൂടിയാണ് മേളയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ജനറൽ മാനേജർ ആനക്കൈ ബാലകൃഷ്ണൻ പറഞ്ഞു. ആ മാർക്കറ്റ് കണ്ടെത്തുന്നതിന് ഇത്തരം വേദികൾ അവർ പ്രയോജനപ്പെടുത്തുന്നു. അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രദർശിപ്പിക്കുക, അതോടൊപ്പം തന്നെ വിൽപ്പന നടത്തുക, അതിലൂടെ വരുമാനം ഉണ്ടാക്കുക, അവരുടെ കുടുംബവും അതിൻ്റെ ഭാഗമായിട്ട് ന്യൂ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ കൂടി ഇതിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നു. BCDCക്ക് കീഴിൽ വായ്പയെടുത്ത് സ്വയം തൊഴിൽ സംരംഭം നടത്തുന്നവർക്ക് സ്റ്റാളുകൾ സൗജന്യമാണ്. കൂടാതെ സാമ്പത്തിക സഹായവും കോർപ്പറേഷൻ നൽകുന്നു. രാവിലെ 8 മുതൽ രാത്രി 8 വരെയാണ് പ്രദർശനവും വിൽപ്പനയും. വൈകിട്ട് വിവിധ കലാപരിപാടികളും നടക്കുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ക്രിസ്തുമസ് പുതുവത്സര സമാനമായി കൈരളി ചാനൽ റാന്നിയിൽ അണിയിച്ചൊരുക്കിയ മെഗാ സ്റ്റാർ ഷോ ഗംഭീര വിജയമായി. 10,000-കണക്കിന് വരുന്ന കലാപ്രേമികളെ സാക്ഷി നിർത്തിയാണ് ഷോ അരങ്ങേറിയത്. ചലച്ചിത്ര സീരിയൽ രംഗത്തെ പ്രശസ്തരായ കലാകാരന്മാരാണ് ഷോ നയിച്ചത്. പുതുവത്സര ദിനത്തിൽ ഈ മെഗാ ഷോ കൈരളി സംപ്രേഷണം ചെയ്യും. മലയോര മേഖലയെ ഇളക്കിമറിച്ച് കൈരളി TVയുടെ പുതുവത്സര വിരുന്ന്. വൈകിട്ട് 6 മണിക്കാണ് സ്റ്റേജ് ഷോ ആരംഭിച്ചതെങ്കിലും 4 മണി മുതൽ തന്നെ കാണികൾ റാന്നി സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തി. 10,000-ഓളം ആസ്വാദകരെയാണ് പ്രതീക്ഷിച്ചതെങ്കിലും ഇതിന്റെ 2 ഇരട്ടിയിലധികം കലാസ്വാദകരാണ് കൈരളി അണിയിച്ചൊരുക്കിയ മെഗാ ഷോ ആസ്വദിക്കാനെത്തിയത്. റിമി ടോമി, രമേഷ് പിഷാരടി, റോമ തുടങ്ങിയ കലാകാരന്മാർ സ്റ്റേജിൽ നിറഞ്ഞാടി. ജാതിമത ചിന്തകൾക്കും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായ മലയോര ജനങ്ങൾ നെഞ്ചോടേറ്റെടുത്ത പുതുവത്സര സമ്മാനമായി മാറി കൈരളിയുടെ മെഗാ ഷോ. ഇതിന്റെ പൂർണ്ണരൂപം പുതുവത്സര ദിനത്തിൽ കൈരളി ചാനലിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്.
PT കുഞ്ഞുമുഹമ്മദിന്റെ പുതിയ ചിത്രം വിശ്വാസപൂർവ്വം മൻസൂർ ചിത്രീകരണത്തിനൊരുങ്ങുന്നു. റോഷൻ മാത്യു, പ്രയാഗ മാർട്ടിൻ, ഗൗതം എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വിർജിൻ പ്ലസ് മൂവീസിനു വേണ്ടി KV മോഹനനാണ് ചിത്രം നിർമ്മിക്കുന്നത്. 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം PT കുഞ്ഞുമുഹമ്മദ് ഒരുക്കുന്ന ചിത്രമാണ് വിശ്വാസപൂർവ്വം മൻസൂർ. വർത്തമാന കാലഘട്ടത്തിലെ പ്രശ്നങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരു കലാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട അമ്മയും മകളും വടക്കൻ മലബാറിലെത്തുന്നതും ഒരു വീട് ഇവർക്ക് അഭയം നൽകുന്നതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്. ഇതിനിടെ ഇവർക്ക് അഭയം നൽകിയ ചെറുപ്പക്കാരൻ രാജ്യസ്നേഹം തെളിയിക്കപ്പെടേണ്ട അവസ്ഥയിലെത്തുന്നു. വടക്കൻ മലബാറിലെ ഗ്രാമത്തിലെ കഥയിലൂടെ ദുരിതപൂർണമായ വർത്തമാന കാലഘട്ടം ചിത്രം കൈകാര്യം ചെയ്യുന്നു. വളരെ സമാധാനത്തിലും സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തിലേക്ക് അവരൊന്നും പ്രതീക്ഷിക്കാത്ത, അവരൊന്നും ചെയ്യാതെ കടന്നു വരുന്ന ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒരു ഒഴുക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് ഈ സിനിമയുടെ പ്രതിപാദ വിഷയം. ശ്വേതാ മേനോൻ, രഞ്ജി പണിക്കർ, VK ശ്രീരാമൻ തുടങ്ങിയവരും ചിത്രത്തിൽ മുഖ്യവേഷത്തിലെത്തുന്നു. ജയകൃഷ്ണൻ കാവലിന്റെ കഥയ്ക്ക് സംഭാഷണവും തിരക്കഥയും ഒരുക്കിയത് PT കുഞ്ഞുമുഹമ്മദ് തന്നെയാണ്. രമേശ് നാരായണന്റേതാണ് സംഗീതം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രോഗികൾക്ക് സ്വാതന്ത്ര്യമായി കൊച്ചിയിൽ വൈക്കം വിജയലക്ഷ്മിയുടെ ഗാനമേള. എറണാകുളം ജനറൽ ആശുപത്രി മുറ്റത്തായിരുന്നു വിജയലക്ഷ്മിയുടെ ഗാനമേള. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ചു വരുന്ന ആർട്സ് ആൻഡ് മെഡിസിൻ പരിപാടിയുടെ 150-ാം പതിപ്പിലാണ് വിജയലക്ഷ്മി ഗാനമേള അവതരിപ്പിച്ചത്. പുതിയ സിനിമകളിൽ നിറഞ്ഞു നിൽക്കുന്ന വിജയലക്ഷ്മിയുടെ ഗാനമാധുരി നേരിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലായിരുന്നു കാഴ്ചക്കാർ. ജനറൽ ആശുപത്രിയിലെ രോഗികളും അവർക്ക് കൂട്ടിരിക്കുന്ന ബന്ധുക്കളും വേദനകളും ദുഃഖവും മറന്ന് വിജയലക്ഷ്മിയുടെ പാട്ടിൽ ലയിച്ചു. വിജയലക്ഷ്മിയുടെ ഹിറ്റ് പാട്ടുകൾ ഒരിക്കൽ കൂടി കേട്ടപ്പോൾ നിറഞ്ഞ കയ്യടി. കൊച്ചി ബിനാലെ ഫൗണ്ടേഷൻ ജനറൽ ആശുപത്രിയിൽ എല്ലാ ആഴ്ചയും സംഘടിപ്പിച്ചു വരുന്ന സംഗീത പരിപാടിയാണ് ആർട്സ് ആൻഡ് മെഡിസിൻ. ഒട്ടേറെ കലാകാരന്മാർ പങ്കെടുത്ത ആർട്സ് ആൻഡ് മെഡിസിന്റെ 150-ാം പതിപ്പിലാണ് വൈക്കം വിജയലക്ഷ്മി ഗാനമേള അവതരിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൂരനഗരിക്ക് വർണ്ണചാരുത പകർന്ന് തൃശൂരിൽ ക്രിസ്മസ് പാപ്പ സംഗമം നടന്നു. ബോൺ നദാലെ എന്ന പേരിൽ തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമത്തിൽ ആയിരക്കണക്കിന് പാപ്പന്മാരാണ് എത്തിയത്. കൗതുകമുണർത്തിയ ഫ്ലോട്ടുകൾ ഘോഷയാത്രയെ ആകർഷകമാക്കി. ശക്തന്റെ തട്ടകത്തെ വർണ്ണക്കടലാക്കിയാണ് പൂരനഗരിയിൽ ക്രിസ്മസ് പാപ്പാമാർ സംഗമിച്ചത്. കുരുന്നുകൾ മുതൽ വൃദ്ധർ വരെ സാന്താക്ലോസ് വേഷമണിഞ്ഞ സ്വരാജ് റൗണ്ട് വലം വെച്ചപ്പോൾ പൂരത്തിനും പുലികളിക്കും സമാനമായ ആവേശത്തിലായി കാഴ്ചക്കാർ. ആർഷഭാരത സംസ്കാരം വിളിച്ചോതുന്ന ഫ്ലോട്ടുകളുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരടക്കം 5000-ത്തിലധികം കലാകാരന്മാരാണ് അണിനിരന്നത്. പാപ്പാമാർക്ക് പുറമെ പുരാണ ചരിത്ര കഥാപാത്രങ്ങളും ഘോഷയാത്രയ്ക്ക് മിഴിവേകി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കൺസ്യൂമർ ഫെഡിന്റെ ക്രിസ്തുമസ് പുതുവത്സര പ്രത്യേക വിപണി തുടരുന്നു. സംസ്ഥാന വ്യാപകമായി ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലും മൊബൈൽ ത്രിവേണി സ്റ്റോറുകളിലുമാണ് ആദായ വിൽപ്പന നടക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളടക്കം 10 മുതൽ 40% വരെ വിലക്കുറവിൽ വിപണിയിൽ ലഭ്യമാണ്. ഈ മാസം 31 വരെയാണ് പ്രത്യേക വിൽപ്പന. RSS ക്യാമ്പിലെ ആയുധ പരിശീലന ദൃശ്യങ്ങൾ പീപ്പിൾ ഒളി ക്യാമറയിൽ. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് മൊത്തം 30 ക്യാമ്പുകൾ. കണ്ണൂർ ജില്ലയിൽ മാത്രം 4 ക്യാമ്പുകൾ. പുലരും മുമ്പെയുള്ള ആയുധ പരിശീലനം കനത്ത കാവലിലാണ് നടക്കുന്നത്. 13 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം. ദണ്ഡ ഉപയോഗിച്ച് ആക്രമിക്കുന്നതിനുള്ള പരിശീലനമാണ് ഇതിൽ മുഖ്യം. ആക്രമിക്കലാണ് നല്ല പ്രതിരോധമെന്നാണ് ക്യാമ്പുകളുടെ മുദ്രാവാക്യം. പ്രാഥമിക ശിക്ഷണ ശിബിരം എന്ന പേരിലാണ് RSS സംസ്ഥാന വ്യാപകമായി ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഈ ക്യാമ്പുകളുടെ മറവിലാണ് ആയുധ പരിശീലനം. രഹസ്യമായി നടത്തുന്ന ആയുധ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ ഒളി ക്യാമറയിൽ പകർത്തി. പതിമൂന്ന് വയസ്സ് മുതലുള്ള കുട്ടികൾക്കാണ് ആയുധ പരിശീലനം നൽകുന്നത്. ദണ്ഡ ഉപയോഗിച്ചുള്ള പരിശീലനമാണ് മുഖ്യം. മനുഷ്യനെ കീഴ്പ്പെടുത്തുന്നതിനും കൊല്ലുന്നതിനും ദണ്ഡ എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നാണ് പരിശീലിപ്പിക്കുന്നത്. കൈകാൽ ഉപയോഗിച്ച് എതിരാളികളെ കീഴ്പ്പെടുത്താനുള്ള പരിശീലനവും നൽകുന്നുണ്ട്. സംസ്ഥാനത്താകെ 30 ക്യാമ്പുകളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പുകൾ. പുലർച്ചെ 3 മണി മുതലാണ് ആയുധ പരിശീലനം ആരംഭിക്കുന്നത്.
പ്രദേശത്തേക്ക് ഒരു ഈച്ച പോലും കടക്കാത്ത തരത്തിൽ കനത്ത സുരക്ഷയാണ് RSS ഒരുക്കിയിരിക്കുന്നത്. ആക്രമിക്കലാണ് നല്ല പ്രതിരോധം എന്നതാണ് ക്യാമ്പുകളുടെ മുദ്രാവാക്യം. വ്യക്തിത്വ വികസനത്തിനായുള്ള ക്ലാസുകൾ എന്ന പേരിലാണ് കുട്ടികളെ ആകർഷിക്കുന്നത്. ഡിസംബർ 24-ന് ആരംഭിച്ച ആയുധ പരിശീലന ക്യാമ്പ് ജനുവരി 1-ന് സമാപിക്കും. സംസ്ഥാന വ്യാപകമായി RSS സംഘടിപ്പിക്കുന്ന ക്യാമ്പുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ച ഞങ്ങൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ്. ചെറിയ കുട്ടികളെ പോലും ആക്രമണകാരികളാക്കി മാറ്റുന്ന പരിശീലനമാണ് ഇവിടങ്ങളിൽ നടക്കുന്നത്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ.